കോഴിക്കോട് ചേളന്നൂർ പൂഴിക്കുന്ന് ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നതിനെതിരെ പ്രതിഷേധം സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, ദിവസങ്ങൾക്ക് മുന്നേ അവിടെ പ്രതിഷേധമുണ്ടായിരുന്നു, എന്തോ ചർച്ചകളൊക്കെ കേട്ടിരുന്നു. പക്ഷേ ആ ചർച്ചകളൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഷഹദ്. തീർച്ചയായും അങ്ങനെ വേണം ഹാഷ്മി. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ സമരം കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് താൽക്കാലികമായി ആ മണ്ണെടുക്കുന്നത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് താൽക്കാലികം മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ വീണ്ടും മണ്ണെടുപ്പിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ സമരസമിതി വീണ്ടും പ്രതിഷേധവുമായി നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ കളക്ടറേറ്റ് മുമ്പാകെയാണ് സമരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കളക്ടറുടെ നേതൃത്വത്തിലും പോലീസിന്റെ നേതൃത്വത്തിലുമൊക്കെ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായിട്ട് അവിടെ നിന്ന് മണ്ണെടുപ്പ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടായിരുന്നു തുടർച്ചയായിട്ട് ആ മേഖലയിൽ സംഘർഷം ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി മണ്ണെടുപ്പ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും ഈ മണ്ണെടുപ്പ് പുനരാരംഭിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് ഈ സമരസമിതിക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇവർ സമരം ശക്തമാക്കുന്നത്. കളക്ടറേറ്റ് പടിക്കലേക്ക് ഇപ്പോൾ സമരവുമായിട്ട് ഈ സമരസമിതി പ്രവർത്തകർ വന്നിട്ടുള്ളത്. അല്പസമയം മുൻപായിരുന്നു എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായിട്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. പോലീസ് ഈ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ തടയുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ ജനപങ്കാളിത്തം ഈ മാർച്ചിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ആ നാട്ടിലെ സ്ത്രീകളും കുട്ടികളും പ്രായമായ ആളുകളും ഒക്കെ തന്നെ ഈ മാർച്ചിന്റെ ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ രീതിയിൽ പോലീസ് സന്നാഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നിലവിൽ ഇപ്പോൾ ഈ മണ്ണെടുപ്പ് അനുവദിക്കില്ലെന്നും ഇവിടെ നിന്ന് മണ്ണുകൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും നേരത്തെ തന്നെ ഈ സമരസമിതി അറിയിച്ചതാണ്. പ്രത്യേകിച്ച് ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും സമരസമിതി ആരോപിക്കുന്നത്. എന്തായാലും ഇപ്പോഴും സമരം പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, അപ്പോൾ പൂഴിക്കുന്ന് ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം അവർ തുടരുകയാണ്. നേരത്തെ പരസ്യ പ്രതിഷേധത്തിലേക്ക് എത്തിയിരുന്നു. ആ പ്രശ്നത്തിന് താൽക്കാലികമല്ല, ശാശ്വത പരിഹാരം ഉണ്ടാവും വരെ പിന്നോട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഇച്ഛാശക്തി.